ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്താണ് നിന്നെ വളർത്തിയത്. എൻ്റെ കരിയർ, എൻ്റെ ഇഷ്ടങ്ങൾ, ഇതിനൊന്നും ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. മക്കളെന്ന് പറഞ്ഞ് ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചു. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നെ എതിർത്ത് നീ സംസാരിക്കാൻ പാടില്ല. 10 മാസം ചുമന്ന് പെറ്റ കഥ വേറെ ജോലി എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, പണത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ പലതരം കംപ്ലയിൻറ്റ്സ് നമ്മൾ പാരൻസിൽ നിന്ന് കേൾക്കാറില്ലേ? ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്താ? നമ്മൾ ഒരാൾക്ക് പ്രൊവൈഡറായിട്ട് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടി നമ്മളെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മളെ പാരൻസ് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. അവരുടെ ലൈഫിൽ അവരുടെ സന്തോഷങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അവർ സെൽഫായിട്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്താലും അതിലവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയേനെ. അത് ചെയ്യാത്തതിൻ്റെ ബേസിസിലാണ് ഇപ്പം അവർ ലൈഫ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒന്നും നേടാത്തതുപോലെയും ലൈഫിൽ റിഗ്രറ്റ് തോന്നുകയും അതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അവർ മക്കളിൽ കാണിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ നമുക്ക് മാറ്റാം. നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഓവർ പ്രൊവൈഡ് ചെയ്യുക, ഓവർ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ലൈഫ് സാക്രിഫൈസ് ചെയ്തും നമ്മളെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്തും നമുക്ക് സെൽഫ് കെയർ കൊടുക്കാതിരിക്കുക, സെൽഫ് ലവ് ചെയ്യാതിരിക്കുക, ഇങ്ങനെ നമ്മളിൽ സന്തോഷം നമ്മൾ കണ്ടെത്താതെ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. റിയാലിറ്റിയിൽ നമ്മളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അമ്മ മകൾ അല്ലെ അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആരായാലും ഇൻഡിവിജ്വലായിട്ട് അവരവരുടെ സന്തോഷത്തിന് പ്രയോറിറ്റി കൊടുത്ത് ആ സന്തോഷം കണ്ടെത്തുമ്പോഴേ അവർക്ക് മറ്റുള്ളവർക്ക് എന്ത് സർവീസ് ചെയ്താലും എന്ത് ചെയ്താലും അതിലും സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം നമുക്കൊരു എക്സോസ്റ്റിംഗ് ആയിട്ട് കുറേ കാലം കഴിയുമ്പോൾ തോന്നും. ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അതൊരു